സംസ്ഥാനത്ത് അങ്ങനെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ ഈ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിച്ചിരിക്കുന്നതിൽ 2 ഗഡുവാണ് നൽകുന്നത്. 3200 രൂപ ഓരോ വ്യക്തിക്കും കൈകളിൽ കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഒരു ഗഡു വിതരണം ചെയ്തിരുന്നു. അപ്പോൾ ആകെ 4800 രൂപ, അതായത് കഴിഞ്ഞ മാസം നൽകിയ തുകയും കൂടി നോക്കുമ്പോൾ ഈസ്റ്റർ, റംസാൻ, വിഷു പ്രമാണിച്ചുകൊണ്ട് ഈ 62 ലക്ഷത്തോളം വരുന്ന ഈ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് 4800 രൂപയാണ്. വലിയൊരു ആശ്വാസം തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും എടുത്തു പറയുമ്പോൾ ഓർക്കേണ്ടത്. കാരണം ഈ ലഭിക്കുന്ന ഒരു തുക ഇത് 1600 രൂപയിലേക്ക് ഉയർത്തിയത് LDF സർക്കാർ വന്നതിന് ശേഷമായിരുന്നു, അധികാരത്തിൽ വന്നതിന് ശേഷമായിരുന്നു ഈ തുക 600-ൽ നിന്ന് 1600-ലേക്ക് ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനൊപ്പം തന്നെ ഈ പെൻഷൻ തുക കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുക, അത് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിൽ പോലും കൃത്യമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് ലക്ഷ്യമാക്കിയായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ 2 ഗഡു തുക ഇന്നു മുതൽ വിതരണം ചെയ്തിരിക്കുന്നത്. വിഷു ആകുന്നതിന് മുൻപ് തന്നെ ഈ വിതരണം പൂർത്തിയാക്കുക എന്നുള്ളൊരു നിർദ്ദേശമാണ് ധനവകുപ്പ് താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ദ്രുതഗതിയിൽ തന്നെയാണ് പെൻഷന്റെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത്. അച്ഛൻ്റെ പേരെങ്ങനെയാണ്? സുബ്രഹ്മണ്യാചാരി. ഇപ്പോൾ പെൻഷൻ തുക ലഭിച്ചോ? ഓ, കിട്ടി. എത്ര മാസത്തെ തുകയാണ് ലഭിച്ചേ? 2 മാസത്തെ തുക. എങ്ങനെയാണ് അച്ഛന് ഇത് എത്രത്തോളം ഒരു ആശ്വാസമാണ് ഇങ്ങനെ ഒരു തുക കയ്യിൽ കിട്ടുന്നത്? 1000 രൂപ വേണം മരുന്നില്, കിട്ടിയില്ലേ? വലിയൊരു ആശ്വാസമാണ്, വലിയ ആശ്വാസമാണ്. ഇതിങ്ങനെ മുടങ്ങാതെ കിട്ടുന്നത് കൊണ്ട് അത് ആ രീതിയിൽ പറഞ്ഞാൽ ആരെൻ്റെ മക്കളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. മക്കളെ ഗുളിക വാങ്ങിക്കുന്നവരുന്നു. ഇപ്പം എനിക്ക് വാങ്ങിക്കല, മക്കളെ മരുന്ന് വാങ്ങിച്ചിട്ട് എന്ന് പറയാം. മറ്റ് മക്കളുടെ അടുത്ത് പറയല, മരുന്ന് വാങ്ങിച്ചിട്ട് പത്തുകളുടെ. അപ്പൊ അതിന്റെ ഒരു ആശ്വാസമുണ്ട്. ആശ്വാസമല്ല, വലിയൊരു ആശ്വാസമാണ്. അതെ, ഭയങ്കര ആശ്വാസം. പഴയതുപോലെ കുറെ കാലത്തെ പെൻഷൻ അങ്ങനെ കുടിശ്ശികയൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഒരുവിധം നല്ല രീതിയിൽ കൃത്യമായിട്ടൊക്കെ കിട്ടും. നല്ല രീതിയിൽ ഇപ്പൊ ഉണ്ട്. എന്നാലും കുടിശ്ശിയുണ്ട്, എന്നാലും ഒരുവിധം എല്ലാം തീർത്ത് പോകുന്നുണ്ട്. അതെ, അല്ലാതെ കുടിശ്ശി ഇല്ലാന്നല്ല, ഉണ്ട്. പക്ഷെ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോവാം. അമ്മയുടെ പേരെന്താ? അമ്മേ, എൻ്റെ പേര് ഇന്ദിര. അമ്മയ്ക്ക് ബാങ്ക് അക്കൗണ്ടിലാണ് പണം വരുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അമ്മ എല്ലാ കൊല്ലവും എല്ലാ തവണയും എന്ന് വെച്ചാൽ പോയി ബാങ്കിൽ നിന്ന് എടുക്കുകയാണോ? എടുത്ത് സാധനം മാറ്റോണ്ട് വരും ഞങ്ങളെ വീട്ടിൽ. എങ്ങനെയാണ് അമ്മയ്ക്ക് ഇവിടെ ഈ നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്രത്തോളം ആശ്വാസമാണ് ഇങ്ങനെ ഒരു തുക അമ്മയുടെ കൈകളിലേക്ക് എത്തുമ്പോൾ? നമുക്ക് നല്ല ആശ്വാസം. മക്കളെ ബുദ്ധിമുട്ട് കൊണ്ട് നമുക്കിത് കിട്ടുന്ന ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ ഈ കിട്ടുന്ന തുക എത്രത്തോളം ഒരു ആശ്വാസമാണ് അമ്മയ്ക്ക്? വളരെയധികം ആശ്വാസം. നമുക്ക് 1 മാസം ആഹാരം കഴിക്കാനും ഉണ്ട്, നമുക്ക് വീട്ടിൽ ചിലവിനും ഉണ്ടല്ല, ഗുളിക വാങ്ങിക്കാനുണ്ട്, ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോകണം. അങ്ങനെ സംസ്ഥാനത്ത് ഈ 62 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള പെൻഷൻ വിതരണം പുരോഗമിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മറന്നു പോകാൻ പാടില്ല. കാരണം കേന്ദ്രത്തിൻ്റെ ഈ പെൻഷൻ വിതരണം തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അത് ഇന്ന് ആരംഭിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്ന കാര്യം. കാരണം ഇന്നിപ്പോൾ ഈ ഒരു പെൻഷൻ്റെ വിതരണം പുരോഗമിക്കുമ്പോൾ 62 ലക്ഷം എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിൽ 6.8 ലക്ഷം ഗുണഭോക്താക്കൾക്ക് കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ സഹായം കൂടി ലഭിക്കുന്നുണ്ട്. അതിപ്പോൾ പല പെൻഷനുകളിലായി വിധവാ പെൻഷനുണ്ട്, ഭിന്നശേഷി പെൻഷനുണ്ട്. അങ്ങനെ അതിലൊക്കെയായി 200 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള ഒരു വിഹിതം കൂടി നൽകുന്നുണ്ട്. ആ രീതിയിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം നൽകുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് തുക നൽകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. കാരണം 2021 ജനുവരിക്ക് ശേഷം പെൻഷൻ വിതരണത്തിൻ്റെ സമയത്ത് ആ തുക കേന്ദ്രം അനുവദിച്ചിട്ടേയില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള പാവപ്പെട്ടവർക്ക് ഒരു തരത്തിലും പെൻഷൻ്റെ വിതരണത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അവർക്ക് ലഭിക്കുന്ന തുകയിൽ ഒരു കുറവുണ്ടാകരുത് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം നൽകേണ്ട വിഹിതം അതുകൂടി സംസ്ഥാനം സ്വന്തം കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ടാണ് അവർക്ക് തുക നൽകിക്കൊണ്ടിരുന്നത്. പക്ഷേ അപ്പോഴും കേന്ദ്രത്തിൻ്റെ ഒരു ഇരട്ടത്താപ്പ് അത് തുടർന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തു. ഈ 1 ഗഡു വിതരണം ചെയ്തപ്പോൾ ആ പെൻഷൻ തുകയിൽ നിന്നും ഈ 6.8 ലക്ഷം പേർക്കാണ് കേന്ദ്രത്തിൻ്റെ വിഹിതം ലഭിക്കുന്നത്. അതിൽ തന്നെ 1.94 ലക്ഷം പേർക്കാണ്
ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുക ലഭിക്കുന്നത്. ഈ 1.94 ലക്ഷം പേരിൽ ഇവർക്ക് നൽകാനുള്ള തുക അത് കേന്ദ്രം നൽകിയില്ല. അത് സംസ്ഥാനത്തിൻ്റെ കയ്യിൽ നിന്ന് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇവിടെ ഏറെ പ്രസക്തമാകുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം 15-ാം തീയതി സംസ്ഥാനം കേന്ദ്രം നൽകേണ്ട തുക ഇട്ടിട്ട് പോലും സംസ്ഥാനത്ത് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ടായി. 62,000-ഓളം പേർക്കാണ് പിന്നീടും അതിൽ ശേഷിച്ചത്. തുടർന്ന് ഉള്ള സംസ്ഥാനത്തിൻ്റെ ഇടപെടൽ കാരണം മറ്റുള്ളവർക്ക് തുക ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം ലഭിച്ചു. പിന്നീടും 62,000 പേരുടെ കാര്യം അങ്ങനെ തന്നെ ബാക്കി നിൽക്കുകയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണിപ്പോൾ അടുത്തൊരു 2 മാസത്തെ പെൻഷൻ കൂടി സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിലും ഇത്തരത്തിലൊരു പിടിച്ചുവെക്കൽ നയം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല. അവർക്ക് ലഭിക്കേണ്ട ന്യായമായ തുക അതിനു വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അതായത് ഏതൊക്കെ രീതിയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഞെരുക്കാൻ ശ്രമിച്ചാലും ഇത്തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും സംസ്ഥാന സർക്കാർ നടത്തില്ല എന്നുള്ളത് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ ഒരു പോരാട്ടവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഏതായാലും ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു ഉത്സവ സാഹചര്യത്തിൽ ഇത്തരത്തിൽ 2 മാസത്തെ തുക ലഭിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അത് ആ രീതിയിൽ തുടരുക. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ ബാക്കിയുള്ള കുടിശ്ശിക കൂടി വീട്ടിക്കൊണ്ട് എല്ലാ മാസവും അതാത് മാസത്തെ പെൻഷൻ വിതരണം അത് ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പും പ്രവർത്തിക്കുന്നത്.